വളരെ എളുപ്പത്തിൽ നമുക്ക് ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പും, രണ്ടോ പച്ചമുളകും, കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്തിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കുള്ള സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് സവോള. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുരിങ്ങാക്കോൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് കടുക് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.